അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 29ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തു തക്വീറിലെ 15 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്തൊന്ന് കേൾക്കാം. أعوذ بالله من الشيطان الرجيم فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس. ഇനി നമുക്കതിലെ 15-16 വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും നോക്കാം. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ആയത്തിൻ്റെ അർത്ഥം എന്നാൽ പിൻവാങ്ങിപ്പോകുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അൽ ജവാരിൽ കുന്നസ്, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ. ആയത്തുകളുടെ വാക്കർത്ഥം നോക്കാം. ഫലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിൽ ഖുന്നസ്, പിന്മാറി പോകുന്നവ കൊണ്ട് അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നവ കൊണ്ട്. അടുത്ത വചനം അൽ ജവാരിൽ കുന്നസ്. അൽ ജവാർ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവ അല്ലെങ്കിൽ നടക്കുന്നവ. അൽ കുന്നസ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി പോകുന്നവ അഥവാ മറഞ്ഞു പോകുന്നത്. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായി അദ്വാ ഉൽ ബയാനിൽ ഇമാം ഷൻഖീത്തി റഹ്മഹുല്ല പറയുകയാണ്, ളാഹിറു ഖൗലിഹി തആല ഫലാ ഉഖ്സിമു. ഇവിടെ ഫലാ ഉഖ്സിമു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രകടമായ സ്വരത്തിൽ നിന്നും ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല എന്ന നഫീൻ്റെ അർത്ഥമാണ് വരിക. നഫിയുൽ ഖസം, ഇല്ല എന്നൊരർത്ഥം അവിടെ ഉണ്ട് അല്ലേ. ലാ എന്ന് പറയുമ്പോൾ അരുത് അല്ലെങ്കിൽ ഇല്ല എന്നൊരർത്ഥം അവിടുന്ന് കിട്ടും. വലാകിന്നഹു എന്നാൽ ശരിക്കതിൻ്റെ അർത്ഥം ഖസമുൻ ഖത്അൻ, ശരിയായൊരു ഖസം, സത്യം ചെയ്ത് പറയുന്നു എന്നൊരർത്ഥം തന്നെയാണ് അവിടെ കിട്ടുക. കാരണം അറബിയിലുള്ളൊരു പ്രയോഗമാണത്. അതുകൊണ്ട് തന്നെ ഫലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നൊരർത്ഥമാണ് അവിടെ നിന്ന് ലഭിക്കുക എന്നാണ്. ബിദലീൽ തശ്രീഹ് ബിജവാബിൽ ഖസം ഫി ഖൗലിഹി തആല, അത് അതിൻ്റെ തൊട്ട് ശേഷമുള്ള ആ ഒരു വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അഥവാ അത് നഫീൻ്റെ ലാ ആണോ അതല്ല ഖസമിൻ്റെ ലാ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന വചനത്തിൽ നിന്നും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. കാരണം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു എന്നാ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തൊട്ട് മുമ്പ് പറഞ്ഞത് തീർച്ചയായും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് അർത്ഥം തന്നെയാണ് വരിക. അതല്ലാതെ സത്യം ചെയ്ത് പറയുന്നില്ല എന്നൊരർത്ഥം അവിടുന്ന് കിട്ടൂല എന്നാണ്. ഇനി യുജ്മഉ അൽ മുഫസ്സിറൂൻ അന്ന ലില്ലാഹി തആല അൻ യുഖ്സിമ ബിമാ ശാഅ മിൻ മഖ്ലൂഖാതിഹി. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, മുഫസ്സിരീങ്ങൾ ഒന്നടങ്കം ഒന്നിച്ച കാര്യമാണ് അല്ലെങ്കിൽ ചേർന്ന് പറഞ്ഞ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവയെ തൊട്ട് സത്യം ചെയ്തു പറയുന്നു. കാരണം ലിഅന്നഹാ ദാല്ലത്തുൻ അലാ ഖുദ്റതിഹി, അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ സൃഷ്ടികളുടെ എല്ലാം മേലധികാരം അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ട് എന്നത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. വലൈസ ലിൽ മഖ്ലൂഖി അൻ യഹ്ലിഫ ഇല്ലാ ബില്ലാഹി തആല, എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സൃഷ്ടികൾക്കൊരിക്കലും തന്നെ മറ്റുള്ള സൃഷ്ടികളെ തൊട്ട് സത്യം ചെയ്യുവാനോ അവയെ കൊണ്ട് സത്യം ചെയ്ത് പറയുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയെ തൊട്ട് മാത്രമേ സൃഷ്ടികൾക്ക് സത്യം ചെയ്ത് പറയുവാൻ അനുവാദമുള്ളൂ എന്നാണ്. ഇനി അതിനുശേഷം ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഇഖ്തലഫ അഹ്ലു തഅ്വീൽ ഫിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്. ഇനി അൽ ഖുന്നസ്, അൽ ജവാർ, അൽ കുന്നസ് എന്നീ 3 പദങ്ങളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എന്നാണ്. ഫഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറയുകയാണ്, ഹിയ നുജൂമുദ് ദറാറി അൽ ഖംസ, അഥവാ അത് ലോകത്തുനിന്നാകെ അറിയപ്പെട്ട 5 പ്രധാന നക്ഷത്രങ്ങളെ സംബന്ധിച്ചാണ് ആ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. തഖ്നിസു ഫി മജ്റാഹ ഫതർജിഉ വതക്നുസ്, അതതിൻ്റെ സഞ്ചാരപഥത്തിൽ നിന്നും പെട്ടെന്ന് ഉദിക്കുകയും അതങ്ങനെ മാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് സഞ്ചരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പിന്മാറിപ്പോകുന്നുണ്ട്,
അതേപോലെ തന്നെ പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയാണ്, ആ നക്ഷത്രങ്ങളെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്നത് എന്നാണ്. ഫതസ്തതിറു ഫി ബുയൂതിഹ കമാ തക്നിസ് അൽദബാ ഫിൽ മഗാർ, അഥവാ ഒരു മാൻപേട അതിൻ്റെ കൂടിനകത്തേക്ക് ഒളിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഈ ഒരു നക്ഷത്രങ്ങൾ അത് ഒളിഞ്ഞു പോകുന്നുണ്ട് എന്നാണ്. വേറെയും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഏതൊക്കെയാണ് ഈ 5 നക്ഷത്രങ്ങൾ എന്ന് കൂടി അവിടെ ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന് ബഹ്റാം എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ വസുഹൽ, വഉതാരിദ്, വസുഹറ, വൽമുഷ്തരി, ഈ പറഞ്ഞ 5 നക്ഷത്രങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ല ഇതിന് നൽകിയ വിശദീകരണം നോക്കാം. അൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു അന്നഹാ നുജൂം, അഥവാ അലി റളിയല്ലാഹു തആല അൻഹും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. ഇബ്നു അബി ഹാത്തിമും അദ്ദേഹം ഉദ്ധരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് നുജൂമാണ്, അഥവാ നക്ഷത്രങ്ങളെയാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇബ്നു അബ്ബാസ്, ഇമാം മുജാഹിദ് റഹ്മഹുല്ല, ഹസൻ, ഖതാദ, സുദ്ദി, മറ്റുള്ളയും ഒരുപാട് പണ്ഡിതന്മാരും ഇതേ രീതിയിൽ തന്നെയാണ് അന്നഹ അൻ നുജൂം, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് ഇവിടെ നുജൂമാണ്, നക്ഷത്രങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ചില പണ്ഡിതന്മാർ വഖാല ബഅ്ദുൽ ഇമ്മ, ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്നമാ ഖീല ലിന്നുജൂം, ഇത് നുജൂമിന് വേണ്ടി ഇപ്രകാരം പറയാറുണ്ട്, അഥവാ ഖുന്നസ് എന്നും കുന്നസ് എന്നുമെല്ലാം നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട് എന്നാണ്. അത് പറയുന്നത് അൽ ഖുന്നസ് എന്ന് പറഞ്ഞാൽ, അഥവാ പിന്മാറിപ്പോകുന്നത് എന്ന അർത്ഥം വരുന്നത് ഫി ഹാലി തുലൂഇഹ, അതിൻ്റെ തുലൂഇൻ്റെ സമയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അത് ഉദിക്കുന്ന സമയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. സുമ്മ ഹിയൽ ജിവാറു ഫി ഫലകിഹ, പിന്നെ അവിടെ സഞ്ചാരം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അഥവാ അതിൻ്റെ ചക്രവാളത്തിലുള്ള സഞ്ചാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഫി ഹാലി ഗൈബൂബതിഹ യുഖാലു ലഹ അൽ കുന്നസ്, അത് അതിൻ്റെ അസ്തമയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അൽ കുന്നസ് എന്നല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അതിൻ്റെ. അപ്പോൾ അത്തരത്തിലാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് എന്നാണ്. ഇനി മിൻ ഖൗലിൽ അറബ്, അറബികളുടെ സംസാരത്തിൽപ്പെട്ടതാണ് അവല്ലബിയു ഇലാ കനാസത്തിൻ ഇദാ തഗയ്യബ ഫീഹി. തഫ്സീറുൽ ഖുർത്തുബിയിൽ നിന്ന് നാം വായിച്ചതുപോലെ തന്നെ ഒരു മാന് അല്ലെങ്കിൽ മാൻപേട അതതിൻ്റെ കൂട്ടിലേക്ക് ഒളിഞ്ഞു പോകുന്നതിന് അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്ക് പോകുന്നതിനെ, ആ ഒരു മറഞ്ഞു പോകുന്ന ആ ഒരു പോക്കിനെ അവിടെ സൂചിപ്പിച്ചുകൊണ്ട് അറബികൾ അപ്രകാരം ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല ഈ വചനത്തിന് നൽകിയ വിശദീകരണം നോക്കാം. ഫൽ മഅന ഉഖ്സിമു ബിൽ ഖുന്നസ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അൽ ഖുന്നസു ജംഉ ഖാനിസത്തിൻ, ഖുന്നസ് എന്നുള്ള പദം അഥവാ പിന്മാറിപ്പോകുന്നത് എന്ന അർത്ഥം വരുന്ന ഈ പദം അത് അതിൻ്റെ ബഹുവചന രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഖുന്നസ് എന്ന് പറഞ്ഞാൽ പിന്മാറിപ്പോകുന്നവ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ബഹുവചനമാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഏകവചനം ഖാനിസത്ത് എന്നാണ്, പിന്മാറിപ്പോകുന്നത് എന്ന ഏകവചന സ്വരത്തിൽ അത് ഖാനിസത്ത് എന്നാണ് പറയേണ്ടത്. വഹിയ അൻ നുജൂമുല്ലതി തഖ്നിസു ഐ തർജ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നുജൂമ് തന്നെയാണ്, അത് പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫബൈനമാ തറാഹ ഫി അലൽ ഉഫുഖ് ഇദാ ബിഹാ റാജിഅത്തുൻ ഇലാ ആഖിറിൽ ഉഫുഖ്, അവിടെ ഖുന്നസ് എന്ന് പറയുമ്പോൾ അതതിൻ്റെ ചക്രവാളത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിന്നും നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ചക്രവാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് അത് സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് അപ്രകാരം അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. വദാലിക വല്ലാഹു അലം ലിർതിഫാഇഹ വബുഅദിഹ, ഒരു പക്ഷേ അത് ഭൂമിയിൽ നിന്നും അതിൻ്റെ ദൂരവും അതേപോലെ തന്നെ അതിൻ്റെ ഉയർച്ചയും പരിഗണിച്ചു കൊണ്ടായിരിക്കാം അതിങ്ങനെ കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്തായാലും അപ്രകാരം സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം പറയുന്നു ഫയകൂനു മാ തഹ്തഹ മിനൻ നുജൂമി അസ്റഅ മിൻഹ ഫിൽ ജരി ബിഹസ്ബി റുഅയത്തിൽ ഐൻ, നമ്മുടെ കാഴ്ചയുടെ ആ ഒരു പരിധി വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സഞ്ചരിക്കുന്നതായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതതിൻ്റെ ആ ചക്രവാളത്തിൻ്റെ താഴ്ഭാഗത്തേക്കും മുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന രീതിയിൽ നമുക്കത് കാണുവാനും സാധിക്കുന്നു എന്നാണ്. ഇനി അതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഇവിടെ അൽ ജവാർ എന്ന് പറഞ്ഞാൽ, അഥവാ അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അൽ ജവാർ എന്ന ഒരു പദം, അൽ ജവാരിൽ കുന്നസ് എന്നുള്ളിടത്ത്. അപ്പോൾ അൽ ജവാർ എന്നുള്ള പദത്തിൻ്റെ അടിസ്ഥാനം എടുത്ത് നോക്കുകയാണെങ്കിൽ അൽ ജവാരി എന്നാണ്
അത് ശരിക്ക് ആ പദം പ്രയോഗിക്കുക. എന്നാൽ ഇവിടെ സാധാരണ ഖിറാഅത്തിൽ പലപ്പോഴും പല തഖ്ഫീഫുകളും നടത്താറുണ്ട്. ഖിറാഅത്തിന് എളുപ്പമാകുവാനും എഴുത്ത് എളുപ്പമാകുവാനൊക്കെ വേണ്ടി അറബികൾ ആ ഒരു രീതി സ്വീകരിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ജവാരി എന്ന് നീട്ടി പറയാതെ അൽ ജവാരിൽ കുന്നസ് എന്നിങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ ശരിക്കും ആ പദം അൽ ജവാരി യാ കൊണ്ട് അവസാനിക്കുന്നതാണ് ആ പദം. എന്നാൽ ആ യാഇനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഖിറാഅത്തിനും അതേപോലെ തന്നെ എഴുത്തിനും എളുപ്പമാകുന്ന രീതിയിലാണ് അൽ ജവാരിൽ കുന്നസ് എന്ന് ചുരുക്കി വായിക്കുന്നത് എന്നാണ്. അതങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് അറബികൾ ഉപയോഗിച്ച് വരുമ്പോൾ ആ രീതിയിൽ നമുക്കത് സ്വീകരിക്കാനും സാധിക്കുമെന്നാണ്. അതല്ലാതെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളയുവാനോ ചേർക്കുവാനോ ഒന്നും കഴിയില്ല എന്നർത്ഥം. ഇനി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവ എന്നൊരർത്ഥമാണ് അതിന് വരിക. ഇനി അൽ കുന്നസ് എന്ന് പറഞ്ഞാൽ ഹിയ അല്ലതി തക്നിസ് ഔ തദ്ഖുൽ ഫി മഗീബിഹ. അഥവാ കുന്നസ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ മടക്കസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സങ്കേതത്തിലേക്ക് മടങ്ങുന്നത് എന്നൊരർത്ഥമാണ് കുന്നസിന് വരിക. ഫഅഖ്സമ അല്ലാഹു ബിഹാദിഹിൻ നുജൂം സുമ്മ അഖ്സമ ബില്ലൈലി വന്നഹാർ ഫഖാല. ഇത് അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നുജൂമുകളെ സംബന്ധിച്ച് അല്ലാഹു എടുത്ത് സത്യം ചെയ്ത് പറയുകയാണ്. അതിനുശേഷം ഇനി അല്ലാഹു രാവിനെയും പകലിനെയും കൊണ്ട് സത്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. ആയത്തിന്റെ അർത്ഥം നോക്കാം. വല്ലൈലി ഇദാ അസ്അസ് എന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ടുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ടും അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. 18-ാമത്തെ വചനം വസ്സുബ്ഹി ഇദാ തനഫസ്. പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ടും അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കാം. വല്ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയെ കൊണ്ടും അല്ലെങ്കിൽ രാവിനെ കൊണ്ടും സത്യം ചെയ്ത് പറയുന്നു എന്ന് പിന്നിൽ പറഞ്ഞ ഉഖ്സിമു ഫലാ ഉഖ്സിമു എന്ന ഒരു പദത്തിലേക്കാണ് അത് മടങ്ങുക. അപ്പോൾ വലാ ഉഖ്സിമു ബില്ലൈൽ എന്നാണ് അവിടെ അർത്ഥം വരിക. രാത്രിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. രാത്രി എങ്ങനെയുള്ളതാണ്? ഇദാ അസ്അസ്, അത് മുന്നോട്ട് ഗമിക്കുക അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുക. മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ഗമിക്കുന്നതിനെ അസ്അസ് എന്ന് അറബിയിൽ പറയുമെന്നാണ്. ഇനി അതേപോലെ തന്നെ അടുത്ത വചനം വസ്സുബ്ഹി ഇദാ തനഫസ്. വസ്സുബ്ഹ് എന്ന് പറഞ്ഞാൽ വ ഉഖ്സിമു, പ്രഭാതം കൊണ്ടും. അപ്പോൾ അവിടെ അർത്ഥം വരിക വലാ ഉഖ്സിമു ബിസ്സുബ്ഹി, പ്രഭാതം കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. ഇദാ തനഫസ് എങ്ങനെയുള്ള പ്രഭാതമാണ്? അത് വെളിച്ചപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വിടർന്നു വരുമ്പോൾ, വെളിച്ചമുള്ളതായി ഇങ്ങനെ വിടർന്നു വരിക, അതിനെയാണ് തനഫസ് എന്ന് പറയുന്നത്. അപ്പോൾ വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞാൽ പ്രഭാതം അത് വെളിച്ചപ്പെട്ട് വരുമ്പോൾ ഞാൻ അതിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു എന്നാണ്. അല്ലെങ്കിൽ വെളിച്ചപ്പെട്ട് വരുന്ന പ്രഭാതത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇവിടെ വഖൗലുഹു വല്ലൈലി ഇദാ അസ്അസ്. ഇവിടെ അസ്അസ് എന്നുള്ള ഒരു പ്രയോഗം, അതിൽ ഫീഹി ഖൗലാൻ, രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഇഖ്ബാലുഹു ബിളലാമിഹി, രാത്രി അതിൻ്റെ ഇരുട്ടുമായി കൊണ്ട് മുന്നോട്ട് വരിക എന്നൊരർത്ഥം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. വല്ലൈലി ഇദാ അസ്അസ് എന്ന് പറഞ്ഞാൽ രാത്രി അതിൻ്റെ ഇരുട്ടുമായി കൊണ്ട് മുന്നോട്ട് വരിക, അഥവാ രാത്രിയിലേക്ക് കടക്കുന്നു എന്നൊരർത്ഥം. ഇമാം മുജാഹിദ് റഹ്മഹുല്ലാഹ് അതിന് നൽകിയ അർത്ഥം അസ്അസ് എന്ന് പറഞ്ഞാൽ അൽലമ എന്നാണ്. അപ്പോൾ രാത്രി ഇരുട്ടുമ്പോൾ എന്നർത്ഥം. വഖാല സഈദ് ഇബ്നു ജുബൈർ റഹ്മഹുല്ലാഹ് ഇദാ നശഅ, രാത്രി ഇങ്ങനെ വളർന്നു വരിക, അഥവാ രാത്രി ഇരുട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരിക, രണ്ടൊരേ അർത്ഥമാണ്. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹയും പറയുന്നത് ഇദാ ഗശ്ശന്നാസ്, ജനങ്ങൾ ഇരുട്ടിലാകുമ്പോൾ എന്നൊരർത്ഥമാണ്. വഖദാ ഖാല അതിയത്തുൽ ഔഫി, അതിയത്തുൽ ഔഫിയും അതേ രീതിയിൽ തന്നെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇദാ ഗശ്ശന്നാസ്, ജനങ്ങൾ ഇരുട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്നൊരർത്ഥം. ഇനി അതിനുശേഷം വസ്സാനി അദ്ബറ, അഥവാ വല്ലൈലി ഇദാ അസ്അസ് എന്ന് പറയുമ്പോൾ അദ്ബറ, ഇരുട്ടതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ എന്നൊരർത്ഥമാണ്. ഇരുട്ട് തിരിച്ചു പോകുന്ന രംഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്രകാരം അദ്ബറ എന്ന അർത്ഥം പറയുന്നത്. വഖാല അലി ഇബ്നു അബി തൽഹ വൽ ഔഫി അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അലി ഇബ്നു അബി തൽഹയും ഔഫിയും എല്ലാം ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഇദാ അസ്അസ എന്ന് പറഞ്ഞാൽ ഇദാ അദ്ബറ, അഥവാ അസ്അസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി അത് പിന്നോട്ട് പോവുക എന്നാണ്. രാത്രി തിരിച്ചു പോകുന്നതിനെയാണ് അവിടെ
സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇമാം മുജാഹിദും ഇമാം ഖതാദയും ഇമാം ലഹാഖും എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ വഖാല സെയ്ദ് ബിൻ അസ്ലം വബ്നുഹു അബ്ദുറഹ്മാൻ, സെയ്ദ് ബിൻ അസ്ലമും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുമെല്ലാം അർത്ഥം നൽകിയിട്ടുള്ളത്, ഇദാ അസ്അസ എന്നതിന് അർത്ഥം നൽകിയിട്ടുള്ളത് ഇദാ ദഹബ ഫതബല്ല, രാത്രി തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി പിന്നോട്ട് തിരിഞ്ഞു പോകുമ്പോൾ എന്നൊരർത്ഥമാണ് അതിന് നൽകിയിട്ടുള്ളത് എന്നാണ്. വഖാല കസീറു മിൻ ഉലമാഇൽ ഉസൂൽ, അസ്ലി പണ്ഡിതന്മാർ, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ, ഇന്ന ലഫ്ലത അസ്അസ അഥവാ അസ്അസ എന്ന ഒരു പദം തുസ്തഅമലു ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാർ, അത് മുന്നോട്ട് ഗമിക്കുന്നതിനെയും പിന്നോട്ട് ഗമിക്കുന്നതിനെയും ആ ഒരു പദം ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അലാ വജ്ഹിൽ ഇസ്തിറാഖ്, രണ്ടും ഒരേ രീതിയിൽ തന്നെ പ്രയോഗിക്കാറുണ്ട്. അഥവാ മുന്നോട്ട് പോകുന്നതും പിന്നോട്ട് വരുന്നതും എന്ന രണ്ടർത്ഥവും വരാൻ വേണ്ടിയിട്ടും ആ ഒരു പദം പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിനെയും അസ്അസ എന്ന് പറയും, പിന്നോട്ട് പോകുന്നതിനെയും അസ്അസ എന്ന് പറയും, രണ്ടും കൂടി വരുന്നതിനെയും അസ്അസ എന്ന് പറയും. മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് എന്നൊരർത്ഥത്തിലും അസ്അസ എന്ന് പറയാൻ സാധിക്കുമെന്നാണ്. ഫഅല ഹാദാ യസിഹു അൻ യുറാദ കുല്ലു മിൻഹുമാ വല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷ അർത്ഥം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ശരിയായ ഒരു അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അസ്അസ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ മുന്നോട്ട് പോകുന്നത്, ചില പണ്ഡിതന്മാർ പിന്നോട്ട് പോകുന്നത് എന്നൊക്കെ അർത്ഥം പറയുമ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഇനി അതിനുശേഷം ഇബ്നു കസീർ റഹ്മഹുല്ല പറയുകയാണ്, ഇവിടെ വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞത്, അഥവാ സുബഹി അതിങ്ങനെ വിടർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വിടർന്നു വരുന്ന ആ ഒരു പ്രഭാതം എന്നവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു ഉദയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സൂര്യൻ്റെ ഉദയത്തെയല്ല, മറിച്ച് പ്രഭാതത്തിൻ്റെ ഉദയത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വഖാല ഖതാദ ഇദാ അദാ വ അഖ്ബല, അഥവാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിൻ്റെ തൊട്ട് മുമ്പായി ആ ഒരു പ്രഭാതം ഇങ്ങനെ മുന്നോട്ട് വരുന്ന ആ ഒരു രംഗം, അതല്ലെങ്കിൽ ആ ഒരു പ്രകാശം ഇങ്ങനെ പടർന്നു വരുന്ന ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇദാ നശഅ, നേരത്തെ അസ്അസക്ക് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ ഇദാ നശഅ എന്നൊരർത്ഥം ഇവിടെയും പറയാൻ സാധിക്കുമെന്നാണ്. അഥവാ പ്രഭാതം ഇങ്ങനെ വളർന്നു വരിക, ആ ഒരു ഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നശഅ എന്ന് പറയുന്നത്. അതേ അർത്ഥമാണ് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നൽകിയിട്ടുള്ളത്. ഇനി ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മഹുല്ല നൽകിയതായിക്കൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ല പറയുകയാണ്, യഅനി വദൂഹാരി ഇദാ അഖ്ബല വ തബയ്യന, അഥവാ പകലിൻ്റെ ആ ഒരു വെളിച്ചം ഇങ്ങനെ മുന്നോട്ട് വരികയും അതിങ്ങനെ തെളിഞ്ഞ് വരികയും ചെയ്യുന്ന ആ ഒരു രംഗം. കുറേ അർത്ഥമാണ് വ്യത്യസ്ത പദങ്ങൾ കൊണ്ട് വിശദീകരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ പ്രഭാതം ഇങ്ങനെ വിടർന്നു വരുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ടെടുത്ത് സത്യം ചെയ്ത് പറയുന്നത് എന്നാണ്. ഇനി ഇമാം ഷൻഖീതി റഹ്മഹുല്ല അദ്വാഉൽ ബയാനിൽ പറയുന്നു, നോക്കാം. വല്ലൈലി ഇദാ അസ്അസ് എന്ന് പറഞ്ഞാൽ അഖ്ബല വ അദ്ബറ ഔ അദാഅ വ അദ്ലമ, എല്ലാ അർത്ഥവും കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അഥവാ അഖ്ബല അദ്ബറ മുന്നോട്ട് വരുന്നു, പിന്നോട്ട് പോകുന്നു, അദാഅ വ അദ്ലമ പ്രകാശം വരുത്തുന്നു, പ്രകാശം എടുത്തു പോകുന്നു അല്ലെങ്കിൽ ഇരുട്ടാകുന്നു, 4 അർത്ഥവും അതിന് വരാൻ സാധിക്കുമെന്നാണ്. വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയുകയാണെങ്കിൽ അദ്ഹറ വ അഷ്റക, അഥവാ അത് പ്രകടമാവുകയും അതേപോലെ തന്നെ അതിൻ്റെ പ്രകാശം ഇങ്ങനെ പരന്നു വരികയും ചെയ്യുക. വഹുമാ അസറാനി മിൻ ആസാരി ശംസി ഫി ഖുറൂബിഹ വ ശുറൂഖിഹ, സൂര്യൻ അതിൻ്റെ ഉദയസമയത്തും അതിൻ്റെ അസ്തമയ സമയത്തും കാണിക്കുന്ന അതിൻ്റെ 2 അടയാളങ്ങളെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ചിത്രീകരിക്കുന്നത് എന്നാണ്. വൽമുഖ്സമു അലൈഹി ഹുവ അന്നൽ ഖുർആന ഖൗലു റസൂലിൻ കരീം. ഇനി ഇവിടെ ഇതെന്തിനാണ് ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നത്? അഥവാ ഇങ്ങനെ ഒരുപാട് വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടെല്ലാം അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട് ഹുവ അന്നൽ ഖുർആന ഖൗലു റസൂലിൻ കരീം, തീർച്ചയായും വിശുദ്ധ ഖുർആൻ മാന്യനായൊരു ദൂതൻ്റെ സംസാരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. കഅന്നഹു യഖൂൽ ഇന്നൽ ഖുർആന അൽ മുഖ്സമ അലൈഹി ഹാലുഹു ഫി സുബൂതി വൽ-ളുഹൂർ. അപ്പോൾ അത് ഏതുപോലെയാണ് എന്നാൽ ഇപ്പറഞ്ഞ വിശേഷണങ്ങൾ, പ്രകാശം മുന്നോട്ട് വരുന്നതും പിന്നോട്ട് പോകുന്നതും പ്രകാശം വരുന്നതും മങ്ങുന്നതുമായിട്ടുള്ള എല്ലാ വിശേഷണങ്ങളും അത് വിശുദ്ധ ഖുർആനിലേക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കും.
വിശുദ്ധ ഖുർആനിലേക്ക് എങ്ങനെയാണ് ബന്ധിപ്പിക്കുക? വഹാലുന്നാസ് മഅഹു, ജനങ്ങൾ അതിൻ്റെ കൂടെയാകുമ്പോൾ. വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങൾ വരുന്ന ആ ഒരു സന്ദർഭത്തെ നമ്മൾ വിവർണിക്കുകയാണ് എങ്കിൽ കഹാലി ഹാദിഹിൽ കവാകിബി സവാബിത് ലദൈകും ഫി ളുഹൂരിഹാ താറതൻ വഖ്തിഫാഇഹാ ഉഖ്റാ. അഥവാ ഈ പറഞ്ഞ കവാക്കുബുകൾ അഥവാ ഈ നക്ഷത്രങ്ങളും ഈ ഗോളങ്ങളുമെല്ലാം അത് പ്രകടമാവുകയും അത് ചുരുങ്ങിപ്പോവുകയും അത് ഇരുട്ടാവുകയും അത് പ്രകാശമുള്ളതായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ജനങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു പഠനത്തിലേക്കും ചിന്തയിലേക്കും അതിൻ്റെ അടുപ്പത്തിലേക്കൊക്കെ വെച്ച് നോക്കുകയാണ് എങ്കിൽ ഈ ഒരു ഉപമ അവിടെയും സ്യൂട്ടാകുന്നതാണ് എന്നാണ്. ചില ആളുകൾ നന്നായി പ്രശോഭിക്കും ആ ഒരു വിശുദ്ധ ഖുർആനുമായിക്കൊണ്ട്. ചില ആളുകൾ നന്നായി മങ്ങിപ്പോകും വിശുദ്ധ ഖുർആനിൽ നിന്നും പാടെ അകന്നു നിന്നുകൊണ്ട്. അപ്രകാരം ആ ഒരു ഉപമയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ആ രീതിയിലാണ് ഇമാം ഷൻഖീത്തി റഹ്മഹുല്ല ഇതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇനി അതിനുശേഷം അവസാനമായിക്കൊണ്ട് ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ വിശദീകരണം കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം പറയുകയാണ്, ഫയകൂനുല്ലാഹു അഖ്സമ ബില്ലൈലി ഹാല ഇഖ്ബാലിഹി വബിന്നഹാരി ഹാല ഇഖ്ബാലിഹി. അഥവാ സൂര്യൻ രാത്രി കടന്നു വരുന്നതിനെയും അതേപോലെ തന്നെ പകൽ കടന്നു വരുന്നതിനെയും എല്ലാം അള്ളാഹു ഇവിടെ കൃത്യമായി ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. വഇന്നമാ ഖസമല്ലാഹു തആല ബിഹാദിഹിൽ മഖ്ലൂഖാത്ത്, ഇപ്രകാരം ചില സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തു പറയുമ്പോൾ ലിഇലമിഹ വകൗനിഹ മിൻ ആയാതിഹി അൽ കുബ്ര, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില സൂചനകളെയാണ് അവിടെ അള്ളാഹു എടുത്തു കാണിക്കുന്നത്. അഥവാ ഈ സൃഷ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു ബാക്കിയുള്ള സൃഷ്ടികളെക്കാൾ എന്തൊക്കെയോ ചില ഗുണവിശേഷങ്ങൾ അള്ളാഹു അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ചില ആയത്തുകൾ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ഫമൻ യസ്തതിഉ അൻ യഅതിയ ബിന്നഹാരി ഇദാ കാന അൽ-ലൈൽ, രാത്രി കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ പകലിനെ കൊണ്ടുവരാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. വമൻ യസ്തതിഉ അൻ യഅതിയ ബില്ലൈൽ ഇദാ കാന അൻ-നഹാർ, പകലായി കഴിഞ്ഞാൽ രാത്രിയെ കൊണ്ടുവരുവാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഭാസം അതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്. അതിലൂടെ അവൻ്റെ ബന്ധങ്ങൾ ഈ ഒരു പ്രതിഭാസത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നിറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഖസസിലെ 71 മുതൽ 73 വരെയുള്ള വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൽ-ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലിയാഇൻ അഫലാ തസ്മഊൻ. അതേപോലെ തന്നെ ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിൽ-ലൈലി തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون. ആയത്തിന്റെ അർത്ഥം അതിൻ്റെ തർജുമയിൽ നിന്നും എടുത്ത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഥവാ രാത്രിയുടെയും പകലിൻ്റെയും ആ ഒരു ഒരുമിച്ചുള്ള വരവും അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു തആല ഭംഗിയായി അതേ തർത്തീബിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതുപോലെ കൊണ്ടുവരുവാൻ അല്ലാഹു അല്ലാതെ മറ്റേതൊരു സൃഷ്ടിക്കാണ് സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. അത് അല്ലാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അതല്ലാത്ത വേറെ ആർക്കെങ്കിലും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇതിലൂടെ നമ്മുടെ ചിന്തയെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അല്ലാഹു ഉണർത്തുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമാണ്, അല്ലാഹു തൻ്റെ അടിയാറുകൾക്ക് ചെയ്തു വെച്ച റഹ്മത്താണ്. നിങ്ങൾ കൃത്യമായി വസിക്കുവാനും അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും തേടുവാനും അള്ളാഹ്ക്ക് നന്ദിയുള്ളവരായി മാറുവാനും വേണ്ടിയാണ് ഇപ്രകാരം അള്ളാഹു നമുക്ക് റഹ്മത്ത് ചൊരിയുന്നത് എന്നൊരു ഉണർത്തൽ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അത്ഭുതപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സൃഷ്ടാവിനെ, നമ്മുടെ രക്ഷിതാവിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മാർഗങ്ങളാണ് എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ രക്ഷിതാവിനെ കണ്ടെത്തുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.